കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഈ മാസം 16 മുതൽ ചേരും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് എന്നതും നേതൃയോഗത്തിൽ ചർച്ചയാണ്. ഒറ്റ സീറ്റിലൊതുങ്ങിയ 2019 ആവർത്തിക്കുകയായിരുന്നു ഇക്കുറിയും. സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ ആലത്തൂരിലൊഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കാലിടറി. CAA അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങളും നേട്ടമുണ്ടാക്കിയില്ല. തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗവും തിരുവനന്തപുരത്ത് ചേരും. CPIMന്റെ അടിത്തറയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്നും തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങൾക്കൊരു സമരസമിതി നഷ്ടപ്പെട്ടില്ല. പരാജയമുണ്ടാവും, അത് വിജയമുണ്ടാവും. നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. മന്ത്രിസഭാ പുനഃസംഘടനയും CPIMന്റെ പരിഗണനയിലുണ്ട്. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം ചുമതല നൽകണമോ പുതിയ മന്ത്രിയെ കൊണ്ടുവരണമോ എന്നതടക്കമുള്ള കാര്യങ്ങളും നേതൃയോഗങ്ങളുടെ പരിഗണനയ്ക്ക് വരും. ബാലുശ്ശേരി MLAയും യുവനേതാവുമായ KM സച്ചിൻ ദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K ശാന്തകുമാരി എന്നിവരുടെ പേര് നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. തരൂർ MLA PP സുമോദ്, കുന്നത്തുനാട് MLA PV ശ്രീനിജൻ എന്നിവരും പരിഗണിക്കപ്പെട്ടേക്കാം. പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചും CPIM ഗൗരവമായി ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം.